ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഐക്യ കേരള ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് നടത്തിയത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ഐക്യ കേരള ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ചങ്ങൻകുളങ്ങര SRV UPSൽ ലഹരി വിരുദ്ധ സദസ്സ് നടത്തിയത്. ഗ്രന്ഥശാല സെക്രട്ടറി M. രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19-ാം തീയതി ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ആരെങ്കിലും അതിന് ശേഷം പത്രം വായിച്ചവരുണ്ടോ? പത്രം വായിക്കുകയും പുസ്തകം വായിക്കുകയും ചെയ്യണമെന്ന് ജൂൺ 19-ാം തീയതി ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി നടത്തിയപ്പോൾ PN പണിക്കർ അനുസ്മരണം നടത്തിയ സമയത്ത് എല്ലാവരും പറഞ്ഞതാണ്, പത്രം നിങ്ങൾ വായിച്ചു തുടങ്ങണം. നമ്മൾ 7ലും 6ലും ഉള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? 7ലും അല്ലേ? അത് 7ാം ക്ലാസ് ആണല്ല, 7ഉം 6ഉം ക്ലാസ് നിങ്ങൾ എപ്പോഴയോ വായിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ പത്രം വായിക്കുന്നവർക്കറിയാം, ദിവസവും മയക്കുമരുന്ന് കേസുകൾ ധാരാളമായി. ഇപ്പോൾ നമ്മുടെ പുതിയ സർക്കാർ, പുതിയ കേരള ഗവൺമെൻറ് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ പേര് പറയാമോ? തൂഫാൻ. അപ്പോൾ അതൊക്കെ പത്രം വായിക്കുമ്പോഴാണ് നമുക്ക് അത് TV-യിലെ ന്യൂസ് കാണും. ഒന്നുകിൽ ന്യൂസ് കാണണം, അല്ലെങ്കിൽ പത്രം വായിക്കണം. അല്ലാതെ സീരിയലും സിനിമയും കണ്ടാൽ ഇതൊന്നും മനസ്സിലാകണം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TG ജയകുമാർ വിഷയം അവതരിപ്പിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുന്നു. കുടുംബ പശ്ചാത്തലങ്ങൾ ഉൾപ്പെടെ വളരെ മോശം സാഹചര്യങ്ങളിലേക്ക് പോയിരുന്നു. അപ്പൊ അതിനെയൊക്കെ മാറ്റിയെടുക്കുവാന് യുവതലമുറയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കേരള സമൂഹം എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഈ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിലൊരുപാട് വാക്കുകളുണ്ട്. അതാണ് സാർ പറഞ്ഞത്, മാധ്യമങ്ങള് അതായത് പത്രങ്ങളും നമ്മുടെ നവമാധ്യമങ്ങളും ഉൾപ്പെടെ എത്രയോ വൈറലായിട്ടുള്ള എത്രയോ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയിരിക്കുന്നു. ഈ അടുത്ത സമയം അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. എന്തേ അയാൾ ഇത്രയും അതപ്പറിച്ചിരിക്കുന്നു എന്നൊരു തോന്നല് തോന്നുന്നു. അതായത് മദ്യത്തിന്റെ കാര്യം പറഞ്ഞു സാറ്. മദ്യത്തിന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് കേരളമാണ്. നമ്മൾ അരി വാങ്ങിക്കുന്നതിന്റെ 3 പണം മദ്യത്തിന് വേണ്ടി ചെലവാക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പോകുന്നു, നമ്മളൊക്കെ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. ഗ്രന്ഥശാല പ്രസിഡന്റ് K. വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ചന്ദ്രലേഖ സ്വാഗതം പറഞ്ഞു. MK അബ്ദുൽ ഖാദർ, S. കൃഷ്ണകുമാർ, ജയശ്രീ, ബെന്നി, സമീറ, ആരതി, വിനീത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.